നമസ്കാരം, ഞാൻ ഡോക്ടർ അളകനന്ദ. ജിമ്മിൽ പോകുന്നവർ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത, അതുപോലെ മറ്റാർക്കൊക്കെ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കാം, പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെ പറ്റിയാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ശരിയായ രീതിയിലുള്ള അനുയോജ്യമായ അളവിലുള്ള പ്രോട്ടീൻ പൗഡറിന്റെ ഉപയോഗം മസിൽ ഗ്രോത്തിന്, അതായത് മസിൽ ബിൽഡ് ചെയ്യാനും മസിലിന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നതിനും മസിലിന്റെ റിക്കവറിക്കും ഓവറോൾ പെർഫോമൻസ് വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ വെയിറ്റ് മാനേജ്മെന്റിനും ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിൽഡിംഗ് ബ്ലോക്കാണ് ഈ പ്രോട്ടീനുകൾ. നമ്മുടെ മസിലിന്റെയും അസ്ഥികളുടെയും മുടിയുടെയും നഖത്തിന്റെയും ത്വക്കിന്റെയും ഒക്കെ ആരോഗ്യകരമായിട്ടുള്ള പ്രവർത്തനത്തിന് ഈ പ്രോട്ടീനുകൾ വളരെയധികം ആവശ്യമാണ്. അതുപോലെ തന്നെ പല വിധത്തിലുള്ള ഹോർമോൺസുകളും എൻസൈംസുകളും ഒക്കെ ഉൽപ്പാദിപ്പിക്കാനും ഈ പ്രോട്ടീനുകൾ ആവശ്യമാണ്. നമ്മുടെ രോഗപ്രതിരോധ ശക്തിയുടെ ശരിയായ രീതിയിലുള്ള പ്രവർത്തനത്തിനും ഈ പ്രോട്ടീനുകൾ വളരെയധികം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുറിവുകൾ ഉണങ്ങുന്നതിനും മസിലിന്റെ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മസിലിന്റെ റിക്കവറിക്കും ഈ പ്രോട്ടീനുകൾ വളരെയധികം ആവശ്യമാണ്. സാധാരണ രീതിയിൽ നാം കഴിക്കുന്ന ആഹാരത്തിലൂടെ, അതായത് മുട്ട, മത്സ്യം, മാംസം, പയറുവർഗ്ഗങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങൾ, സീഡ്സ്, നട്ട്സ് തുടങ്ങിയവയിൽ നിന്നൊക്കെ പ്രോട്ടീൻ ലഭിക്കുന്നതാണ്. എന്നാൽ വർക്കൗട്ടും എക്സസൈസും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പ്രോട്ടീന്റെ ഡിമാൻഡ്, നമ്മുടെ ശരീരത്തിലുള്ള പ്രോട്ടീന്റെ ആവശ്യകത കൂടുതലായതുകൊണ്ട് നമുക്ക് പ്രോട്ടീൻ സപ്ലിമെന്റ് എടുക്കാവുന്നതാണ്. ജിമ്മിൽ വർക്കൗട്ടും എക്സസൈസും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മസിലിനുണ്ടാകുന്ന ഇഞ്ചറി ഒക്കെ ഹീൽ ചെയ്യുന്നതിന് ഈ പ്രോട്ടീനുകൾ വളരെയധികം ആവശ്യമാണ്. അതുപോലെ തന്നെ മസിലിന്റെ ഗ്രോത്തിനും മസിലിന് സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനും ഈ പ്രോട്ടീൻ ആവശ്യമാണ്. ഇനി ആർക്കൊക്കെ ഈ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കാമെന്ന് നോക്കാം. ജിമ്മിൽ പോകുന്നവർ, അത്ലറ്റ്സുകൾ, വെയ്റ്റ് ലിഫ്റ്റേഴ്സ്, റെസ്ലേഴ്സ്, അതുപോലെ തന്നെ മസിൽ സ്ട്രെങ്ത് ട്രെയിനേഴ്സ്, പ്രായമായിട്ടുള്ള ആൾക്കാർ, സർജറിക്കൊക്കെ ശേഷം, അതുപോലെ തന്നെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന അസുഖങ്ങളൊക്കെ വന്നവർക്ക്, അതുപോലെ തന്നെ വെയിറ്റ് മാനേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കാവുന്നതാണ്. അമിതവണ്ണമുള്ളവർക്ക് അവരുടെ വെയിറ്റ് കുറയ്ക്കാനും വെയിറ്റ് കുറഞ്ഞിരിക്കുന്നവർക്ക് അവരുടെ വെയിറ്റ് വർദ്ധിപ്പിക്കാനും പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കാവുന്നതാണ്. അമിതവണ്ണമുള്ളവർ ഈ പ്രോട്ടീൻ പൗഡർ ആഹാരത്തിന് മുമ്പ് കഴിക്കുകയാണ് എങ്കിൽ അവരുടെ വയറിൽ ഒരു ഫുൾനെസ് ഫീൽ ചെയ്യുകയും മറ്റുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതിന്റെ അളവ് കുറയുകയും അങ്ങനെ അവരുടെ ഫാറ്റൊക്കെ നല്ലതുപോലെ ബേൺ ചെയ്യുകയും, എന്നാൽ മസിലിന്റെ മാസ് തീരെ കുറയാതെ തന്നെ ഇവർക്കും വെയിറ്റ് മാനേജ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വെയിറ്റ് കുറഞ്ഞവർക്കാണ് എങ്കിൽ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുക വഴി അവരുടെ മസിൽ മാസ് വർദ്ധിക്കുകയും അങ്ങനെ അവർക്ക് ഒരു വെയിറ്റ് ഗെയിൻ ഉണ്ടാകുന്നതുമാണ്. ജിമ്മിൽ പോകുന്നവർ വർക്കൗട്ടും എക്സസൈസും ഒക്കെ ചെയ്യുമ്പോൾ കൂടുതൽ എനർജി ആവശ്യമായതുകൊണ്ട് ഈ പ്രോട്ടീൻ പൗഡർ നല്ലൊരു കലോറി സപ്ലൈ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ വർക്കൗട്ടും എക്സസൈസും ഒക്കെ ചെയ്യുമ്പോൾ മസിലിന് ഡാമേജുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ റിക്കവറിക്കും ഈ പ്രോട്ടീൻ പൗഡർ ആവശ്യമാണ്. പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ്. നാം കഴിക്കുന്ന ആഹാരത്തിലൂടെ ദിവസേന എത്രമാത്രം പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട് എന്ന് നമ്മളൊരു ഡോക്ടറിനെയോ അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യനെയോ കൺസൾട്ട് ചെയ്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. വർക്കൗട്ടും എക്സസൈസും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ പ്രോട്ടീൻ ആവശ്യമുള്ളത് കൊണ്ട് നമുക്ക് പ്രോട്ടീൻ സപ്ലിമെന്റ് ആയിട്ട് പ്രോട്ടീൻ പൗഡറുകൾ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ലിവറിന്റെയും കിഡ്നിയുടെയും ഫംഗ്ഷനുകളായിട്ടുള്ള LFT, RFT തുടങ്ങിയ ലാബ് ടെസ്റ്റുകൾ ചെയ്യുക വഴി നമ്മുടെ കിഡ്നിയുടെയും ലിവറിന്റെയും പ്രവർത്തനം ശരിയായ രീതിയിലാണോ, ആരോഗ്യപൂർണ്ണമാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ഇവ ശരിയായ രീതിയിലാണ് എങ്കിൽ മാത്രമാണ് നമുക്ക് പ്രോട്ടീൻ പൗഡർ എടുക്കാൻ പാടുള്ളൂ. LFTക്കും RFTക്കും വേരിയേഷൻസ് ഉണ്ട് എങ്കിൽ, അബ്നോർമൽ വാല്യൂസ് ആണ് എങ്കിൽ കിഡ്നിക്കും ലിവറിന്റെയും ഫംഗ്ഷൻസ് ശരിയായ രീതിയിലല്ല എന്ന് മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോട്ടീൻ പൗഡർ എടുക്കാൻ പാടില്ലാത്തതുമാണ്. അതുപോലെ തന്നെ കിഡ്നി ഡിസീസോ അല്ലെങ്കിൽ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയ അസുഖങ്ങൾ ഉള്ളവർ, അതുപോലെ തന്നെ ലിവർ ഡിസീസ് ഒക്കെ ഉള്ളവർ പ്രോട്ടീൻ പൗഡർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ദീർഘകാലം പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ഇടയ്ക്ക് നമ്മൾ LFTയും RFTയും പരിശോധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ദീർഘകാലം പ്രോട്ടീൻ പൗഡർ എടുക്കുമ്പോൾ ഇടയ്ക്ക് 3 മാസം തുടർച്ചയായി എടുത്തതിന് ശേഷം ഇടയ്ക്ക് 1 മാസം നമുക്ക് ഗ്യാപ്പ് വെക്കാവുന്നതാണ്. അങ്ങനെ ഒരു പ്രോട്ടീൻ ഹോളിഡേ ഒക്കെ ചെയ്യുന്നത് നമ്മുടെ കിഡ്നിക്കും ലിവറിനും റെസ്റ്റ് കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഇനി പ്രോട്ടീൻ പൗഡർ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും നല്ല ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്രാൻഡിന്റെ, സർട്ടിഫൈഡ് ആയിട്ടുള്ള ബ്രാൻഡിന്റെ പ്രോട്ടീൻ പൗഡർ തിരഞ്ഞെടുക്കുക. അതായത് ISO, GMP തുടങ്ങിയ സർട്ടിഫിക്കേഷൻ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഈ പ്രോട്ടീൻ പൗഡറിൽ ആർട്ടിഫിഷ്യൽ സ്വീറ്റനിങ് ഏജന്റുകളോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫ്ലേവറിംഗ് ഏജന്റുകളോ ഒന്നും ചേർത്തിട്ടില്ല എന്ന് ഉറപ്പാക്കുക. സാധാരണ നമുക്ക് കഴിക്കാവുന്ന പ്രോട്ടീന്റെ ഡോസ് പറയുന്നത് 20 മുതൽ 40 ഗ്രാം പെർ സെർവിംഗ് ആണ്. അതിൽ കൂടുതൽ നമ്മൾ കഴിക്കാനേ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് എത്രമാത്രം പ്രോട്ടീൻ നമുക്ക് ശരീരത്തിലേക്ക് എത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം വേണം നമ്മൾ പ്രോട്ടീൻ പൗഡർ സപ്ലിമെന്റ് ആയിട്ട് എത്ര അളവിൽ എടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. ഒരു കാര്യം ഉറപ്പായിട്ട് ശ്രദ്ധിക്കുക, ഈ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ ആഹാരത്തിന് ഒരു റീപ്ലേസ്മെന്റ് അല്ല, ഇതൊരു ഫുഡ് സപ്ലിമെന്റ് ആണ്, ഒരു പ്രോട്ടീൻ സപ്ലിമെന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്തായാലും ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യേണ്ടതാണ്. ആവശ്യത്തിനുള്ള അളവിലുള്ള കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും നമ്മുടെ ആഹാരത്തിലൂടെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തേണ്ടതാണ്. ഈ പ്രോട്ടീൻ പൗഡർ നമുക്ക് വർക്കൗട്ട് ഒക്കെ ചെയ്ത് ഒരു 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂറിനുള്ളിൽ കഴിക്കാവുന്നതാണ്. വെള്ളത്തിലോ പാലിലോ മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്.
അതുപോലെ ചിലർക്കെങ്കിലും പ്രോട്ടീൻ പൗഡർ കഴിക്കുമ്പോൾ വയറ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഗ്യാസിന്റെയോ അല്ലെങ്കിൽ അസിഡിറ്റിയോ അല്ലെങ്കിൽ മലബന്ധമോ അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് ലൂസായിട്ട് പോകുന്നതോ പോലെയുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ ആ പ്രോട്ടീൻ പൗഡർ സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോട്ടീൻ പൗഡർ തിരഞ്ഞെടുക്കാവുന്നതാണ്. ലിവർ ഡിസീസോ കിഡ്നി ഡിസീസോ ഡയബറ്റീസോ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ട് എങ്കിൽ പ്രോട്ടീൻ പൗഡർ എടുക്കുമ്പോൾ അത് കിഡ്നിക്കും നമ്മുടെ ലിവറിനും ഒക്കെ കൂടുതൽ ഓവർലോഡ് ആകുകയും അതിന് കൂടുതൽ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നതാണ്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ പ്രോട്ടീൻ പൗഡർ കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന പ്രോട്ടീൻ ടോക്സിസിറ്റിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.